ഉണ്ടാക്കിയാലോ? ഞാൻ പോവാ. അത് റോസ്റ്റിംഗ് ആണ്. ബിസ്ക്കറ്റ് എടുക്കണം. ബിസ്ക്കറ്റ് ഇത് 996 ഉണ്ടല്ലോ. ബീഫ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ബീഫ് ബ്രിസ്ക്കറ്റ് ജോയിൻ്റ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. കാരണം അത് നമ്മുടെ നാട്ടിലെ പോലത്തെ കറിയൊക്കെ ആക്കണമെങ്കിൽ അതാണ് നല്ലത്. കട്ട്ലറ്റ്സും നല്ലതാണ്. ഇതിലതേ ക്രിസ്മസിന് ഡെക്കറേഷൻസൊക്കെ വന്നു കഴിഞ്ഞു. ഓൾറെഡി നമ്മളിപ്പോൾ നവംബർ ആയിട്ടേ ഉള്ളൂ. പക്ഷേ ക്രിസ്മസ് ഗിഫ്റ്റ്സും ഓർണമെൻറ്റ്സും ലൈറ്റ്സും എല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. വിൻ്റർ എസെൻഷ്യൽസ് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക് ബ്ലാങ്കറ്റ്സ് ഞങ്ങൾ 1-2 ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇത് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഈ ഇലക്ട്രിക് ബ്ലാങ്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ അണ്ടറിലായിട്ട് ഒരു ലെയർ കൊടുക്കുകയാണെങ്കിൽ ഉറങ്ങാൻ നല്ല സുഖമാണ്. ലിഡിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ ഓൺലൈനിൽ എന്തോ ആണ് വാങ്ങിച്ചത് അന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വർക്ക് ഫ്രം ഹോമൊക്കെ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു ബ്ലാങ്കറ്റ് ഉണ്ട്. അതും ഇലക്ട്രിക് തന്നെയാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ നെക്ക് മസാജർ, ബാക്ക് മസാജർ, അങ്ങനെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. എന്നാലും ലിഡിൽ അത്യാവശ്യം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. കൊച്ചാ കിട്ടിയ ഉരുളക്കിഴങ്ങ് ചീഞ്ഞ നോക്കി എടുത്തോണ്ടിരിക്കും ഒരാളവിടെ. നാളെ എന്ത് ഇത് മതിയോ ചേട്ടാ? ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടിലൻ ബീഫ് കട്ട്ലറ്റ് ആണ്. നാട്ടിൽ കിട്ടുന്ന നല്ല ബേക്കറിയിലൊക്കെ കിട്ടത്തില്ലേ? അപ്പൊ ബീഫ് കട്ട്ലറ്റ്സിനുള്ള പൊട്ടേറ്റോ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബീഫ് ഇതേ കുറച്ച് അരിയുന്നുണ്ട്. ഏകദേശം അരിഞ്ഞ് ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാ കഷ്ണങ്ങളും ഒരേ അളവിൽ കൊച്ചു അളന്ന് തൂക്കിയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഹാഫ് ബീഫ് കട്ട്ലറ്റിനും ഹാഫ് നമ്മള് ബീഫ് റോസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഇന്ന് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫ് റോസ്റ്റും ഹോം മെയ്ഡ് അടിപൊളി. അതെ, എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റം കട്ട്ലറ്റ് ആണ് ബീഫ് കട്ട്ലറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മമ്മി അത് ഉണ്ടാക്കി തന്നു വിടുമായിരുന്നു ഹോസ്റ്റലിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിൾ റെസിപ്പിയാണ്. കട്ട്ലറ്റ് അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ബീഫ് ഇതേ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. ഇനിയിപ്പം നമുക്ക് പൊട്ടറ്റോ അവിടെ സൈഡിൽ വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള ഫില്ലിംഗ് ഇല്ലേ, ആ മസാല റെഡിയാക്കി എടുക്കാം. അതിന് നമുക്ക് ആദ്യം ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതേ സവാള ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ജിഞ്ചറും ഗാർലിക്കും ഇടാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് സോട്ടായി കിട്ടും. വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. പൊടികൾ എന്ന് പറയാൻ ഇതിലധികം പൊടികളൊന്നും വേണ്ട. നമുക്ക് കുരുമുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം. മുളക് പൊടി വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും. അപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. നല്ലതായിട്ട് വഴറ്റി ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കണം. പക്ഷേ ബീഫ് പണ്ട് ഞങ്ങൾ മിൻസ് മീറ്റ് ആയിരുന്നു ഇടുന്നത് കേട്ടോ. ഈ തവണ ഞങ്ങൾ ഫുൾ ബീഫ് വാങ്ങിച്ചിട്ട് വേവിച്ച് അത് ഞാൻ ചോപ്പറിൽ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തു. മിക്സിയിൽ അടിക്കരുത്. മിക്സിയിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ എനിക്കിതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ചോപ്പ് ചെയ്ത ബീഫ് ഇതിലോട്ട് മസാലയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേനും ആ മസാല ബീഫിലൊക്കെ നല്ല സ്പ്രെഡാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ആ മാഷ്ഡ് പൊട്ടറ്റോയും കൂടെ ചേർത്ത് കഴിയുമ്പം സംഭവം കിടിലൻ. പിന്നെ ഇതൊന്ന് തണുത്തിട്ടാണ് ഞാനിത് ചെറിയ ചെറിയ നമ്മൾ ഏത് ഷേപ്പിലാണ് നമുക്ക് കട്ട്ലറ്റ് വേണ്ടത് ആ ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കണം. അതാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളയിലാണ് ആദ്യം മുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. സിമ്പിൾ, അത്രേ ഉള്ളൂ സംഭവം. നമുക്കിത് എയർ ഫ്രയറിലും ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ ആ ഒരു ടെക്സ്ചറും ഇതൊക്കെ വരണമെങ്കിൽ എണ്ണയിൽ തന്നെ മുക്കി വറക്കണം. പക്ഷേ ഹെൽത്തി ഓപ്ഷനാണ് വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എയർ ഫ്രയർ. അപ്പോൾ ഈ കട്ട്ലറ്റ്സ് നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്ത് വെക്കുന്നത് നമുക്ക് കുറേ ഫ്രീസ് ചെയ്യാൻ കേട്ടോ. നമുക്ക് എല്ലാം അന്ന് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഞങ്ങൾ ഫ്രീസ് ചെയ്തായിരുന്നു. എന്നിട്ട് പിന്നീട് ഞങ്ങൾ വേറെ ദിവസം ഡിന്നറിന് ഇതെടുത്തായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി കട്ട്ലറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ക്രിസ്മസിനൊക്കെ ഇനി സമയം നമ്മൾക്ക് ക്രിസ്മസൊക്കെയാണ് വരുന്നത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. കട്ട്ലറ്റ് വലിയൊരു മെനക്കെട്ട പരിപാടിയാണെന്ന് തോന്നുവാണെങ്കിലും ഉണ്ടാക്കി വരുമ്പം നല്ല രസമാണ്. എന്നല്ല പക്ഷെ ഇടയ്ക്കിങ്ങനെ മുക്ക തിരിച്ചൊക്കെ അങ്ങനെ ഇടുന്നത്. അപ്പോൾ നമ്മളുടെ കട്ട്ലറ്റ്സ് റെഡിയാണ്. ബീഫ് കട്ട്ലറ്റ്സ് ആൻഡ് ബീഫ് റോസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷേപ്പും ടെക്സ്ചറൊക്കെ നല്ലതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് റെഡിയാണോ? സമയമാണ്. ഓക്കെ, കൊച്ചിലാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. Come on. കഷ്ടപ്പെട്ടു പറയാല്ലേ. ആരാ കഷ്ടപ്പെട്ടെ? നമ്മൾ രണ്ടുപേരോടെ ചെയ്ത കേട്ടോ. കട്ട്ലറ്റ് കഴിച്ചു നോക്കൂ. വാവ്, ഓ മൈ ഗാഡ്, അടിപൊളിയാണോ? ശരിക്കും പറ. കൊള്ളാം അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. ഫില്ലിങ്ങിന് ടേസ്റ്റ് ഉണ്ടോ? ആ ഒരു ക്രഞ്ചിനെസ്സും ഒരു ടാങ്കിനെസ്സും അടിപൊളി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, വെൽ ഡൺ. അപ്പം നമുക്കിത് ഇവിടെ ബീഫുണ്ട്. പക്ഷെ നമുക്ക് പൊറോട്ട ചൂടാക്കിയിട്ട് നമ്മൾ ബീഫും പൊറോട്ടയും പിന്നെ കട്ട്ലറ്റുമാണ് നമ്മുടെ ലഞ്ച്. അത് കണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞാനും ഇനി കഴിക്കട്ടെ.